റോയ് ശരിക്കും ഞെട്ടി. മുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണവൻ. അവളുടെ മുഖത്തെ വലിയ കറുത്ത പാടും കവളിലുണ്ടായിരുന്ന അറപ്പുളവാക്കുന്ന ചെറിയ കുത്തുകളുമെല്ലാം മാഞ്ഞിരിക്കുന്നു. വെളുത്തു തുടുത്ത് സുന്ദരമായ മുഖമാണ് ഇപ്പോൾ അവന് മുന്നിൽ. ആ പാടുകളൊന്നുമില്ലാതെ അവൾ അതിസുന്ദരിയായിരുന്നു. മനോഹരമായ പുരികക്കൊടിക്ക് താഴെ നീണ്ട വിടർന്ന കണ്ണുകൾ തിളങ്ങി നിൽക്കുന്നു. നീണ്ട മൂക്ക്, ചുവന്ന തുടുത്ത അധരങ്ങൾ. അവൻ ആ ഭംഗി ഒരു നിമിഷം ആസ്വദിച്ചു. മറ്റ് സ്ത്രീകൾക്ക് ചിലപ്പോൾ സുന്ദരികളാവാൻ മേക്കപ്പ് വേണ്ടി വന്നേക്കും. പക്ഷേ ആലിയയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത് സുന്ദരിയാണിവൾ, അവൻ മനസ്സിൽ ആലോചിച്ചു. റോയി എത്രയോ സ്ത്രീകളെ കണ്ടിരിക്കുന്നു. എല്ലാവരെയും അവൻ തള്ളിക്കളഞ്ഞിട്ടേയുള്ളൂ. പക്ഷേ ആലിയയിൽ നിന്ന് പിന്തിരിയാൻ അവന് കഴിയുന്നില്ല. ആലിയയാണെങ്കിൽ വലിയ ഉത്സാഹത്തിലാണ്. അവളുടെ സൗന്ദര്യം റോയി എത്ര വേണമെങ്കിലും കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന മട്ടിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. എന്താണ് മിസ്റ്റർ റോയി, നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് ഈ മുഖം ഓക്കെയാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. റോയി ഒന്ന് പുറകോട്ട് നീങ്ങി അവളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കുകയാണ്. അന്നേ വരെ അവൻ കണ്ടിട്ടുള്ള ആരെയും പോലെയല്ല ആലിയ. വേറെ ആരെങ്കിലും സ്വന്തം സൗന്ദര്യം മറച്ചുവെച്ച് വൃത്തികെട്ട കോലത്തിൽ നടക്കുമോ? അപ്പോ ഇത്രയും കാലം ആലിയ എബ്രഹാമിനെ കുറിച്ച് കേട്ട കഥകളെല്ലാം വെറും പുകമറ മാത്രം. ആ മറയ്ക്കുള്ളിലെ യഥാർത്ഥ ആലിയ ആരാണെന്നറിയാൻ പെട്ടെന്നൊരു കൗതുകം തോന്നിയവന്. ഇക്കണ്ട സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം തകർത്ത് സെക്യൂരിറ്റി ജീവനക്കാരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അകത്തു വന്ന് അവന് പണം തിരികെ കിട്ടാനുള്ള വഴിയും പറഞ്ഞു തന്നിട്ട് നിൽക്കുന്ന ഇവൾ അത്ര ചെറിയ മീനല്ല എന്ന് അവന് ഉറപ്പായിരുന്നു. ഞാൻ ഈ പ്രപ്പോസൽ നിരസിക്കുകയാണെങ്കിലോ? അവൻ അവസാനം അവളോട് ചോദിച്ചു. നിരസിച്ച പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നമ്മളൊരു സ്വതന്ത്ര രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്റേതായ എല്ലാം എന്റെ അടുത്ത് തന്നെ വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പിങ്ക് പെർഫ്യൂം ബോട്ടിൽ ബാഗിലേക്ക് തിരിച്ചിട്ടു. അവളുടെ വാക്കും പ്രവൃത്തികളുമെല്ലാം വാവൊളിച്ചു നോക്കി നിൽക്കുകയാണ് റോയ്. എന്തൊക്കെയുള്ളി പറയുന്നേ? അതും ആരും ഭയക്കുന്ന ബിസിനസ്മാനായ അവന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൻ ഇപ്പോഴും മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആലിയ നിർത്താൻ ഭാവമില്ലായിരുന്നു. അതായത് സുഗുണ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ എന്റെ കയ്യിൽ കുറേ സമയമുണ്ട്. ഫോർ എക്സാമ്പിൾ, നാളെ ഇവിടം വരെ വന്നൊരു ഹായ് പറയണമെന്ന് എനിക്ക് തോന്നിയ അപ്പോഴേ ഞാനിങ്ങ് പോരും. പിന്നെ നിങ്ങളുടെ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഒന്ന് ശരിയാക്കിയാ കൊള്ളാം. ആർക്കറിയാം ഇന്ന് സംഭവിച്ചത് നാളെ സംഭവിക്കില്ലെന്ന്. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോവാനൊരുങ്ങി. അവിടെ നിന്നേ, അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവൾ നിന്നു. പുരികമുയർത്തി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? റോയിയുടെ പ്രതികരണം രൂക്ഷമായിരുന്നു. എന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ പോരായ്മകളെല്ലാം പരിഹരിക്കുമ്പോൾ എനിക്ക് നിന്നെ ജയിലിൽ അടയ്ക്കാം. അത് മറക്കണ്ട. ഞാൻ നിന്നെ അകത്തേക്ക് കടത്തിവിടുമെന്ന് കരുതുന്നത് എന്ത് കോൺഫിഡൻസിലാ? അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. സംസാരത്തിലും ദേഷ്യം മുഴച്ചു നിന്നു. എന്നാൽ അവന്റെ ദേഷ്യത്തിലുള്ള സംസാരമോ മുഖഭാവമോ അവളിൽ യാതൊരു കൂസലമുണ്ടാക്കിയില്ല. സത്യം പറയാലോ, നിങ്ങൾ ഈ പറഞ്ഞൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ ചെയ്യാം, കാരണം എനിക്ക് ധാരാളം സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്കോ അതില്ല. വലിയ താമസമൊന്നുമില്ലാതെ നിങ്ങൾ എന്റെ അടുത്ത് എത്തും, നോക്കിക്കോ. മുഖമുയർത്തി ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞു. നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൊള്ളാം, പക്ഷെ എന്നിട്ടും വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിനകത്തെത്തി. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എംപയർ ഗ്രൂപ്പിന്റെ ഓഫീസും. ഞാൻ അവിടെ വന്ന് ഹായ് പറഞ്ഞോളാം. പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാളെ ഒരു പെർഫ്യൂം കോമ്പറ്റീഷന് നിങ്ങൾ ജഡ്ജായി പോകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങാനും നിങ്ങളുടെ പ്രശ്നം അയ്യോ അതെങ്ങാനും പുറത്തറിഞ്ഞ എന്താവുന്ന. അവളുടെ വാക്കുകൾ കേട്ട് അവന് അടിമുടി തരിച്ചു കയറി. ഇന്നേ വരെ അവനെ ഭീഷണിപ്പെടുത്താൻ പോയിട്ട് അവന്റെ നേരെ നിൽക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഈ നരുന്ത് പെണ്ണ്. അവൻ അവളുടെ നേരെ പാഞ്ഞെടുത്തു. തളിര് പോലെ മൃദുവായ ആ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് അവളെ ചുമരോട് ചേർത്ത് നിർത്തി. എന്നെപ്പറ്റി കുറെ പഠിച്ചല്ലോ.
എന്നിട്ട് ഇമാതിരി ഭീഷണിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് മാത്രം നീ വിട്ടുപോയോ? ഇപ്പൊ തന്നെ നിന്നെ കൊന്ന് നിന്റെ കയ്യിലുള്ളത് എടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അതിനെനിക്ക് വേറൊരുത്തന്റെ സഹായവും വേണ്ട, മനസ്സിലായോ? അവൻ അങ്ങേയറ്റം ദേഷ്യത്തോടെ പറഞ്ഞു. ആലയ്ക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതിലൊന്നും അവൾ ഒട്ടും പതറിയില്ല. അപ്പോഴും ശാന്തമായ അവളുടെ കണ്ണുകൾ റോയിയെ തന്നെ നോക്കുകയായിരുന്നു. ആലിയയുടെ ഈ ഒന്നിനും കൂസാത്ത ഭാവം അവനിൽ ഒരേ സമയം മതിപ്പും അതിലേറെ അസ്വസ്ഥതയും ഉണ്ടാക്കി. അവൻ അവളെ തള്ളിമാറ്റി ദേഷ്യത്തോട് അലറി. ഗെറ്റ് ലോസ്റ്റ്. ഇനി എങ്ങാനും ഈ പെണ്ണ് മുന്നിൽ വരാൻ ധൈര്യപ്പെട്ടാൽ ഒരു ദയയും കാണിക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കഴുത്തിലെ പിടിവിട്ട ആശ്വാസത്തിൽ ശ്വാസം വലിച്ചെടുക്കുകയാണ് ആലിയ. ചുമയ്ക്കുന്നുമുണ്ട്. പിന്നെ ഒരു അക്ഷരം മിണ്ടാതെ അവൾ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്നെങ്കിലും ആലിയ പെട്ടെന്നൊന്ന് നിന്നു. എന്നിട്ട് റോയിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു. നാളെ ഞാനും ഔസേ പുത്തൂരാനെ നേരി കാണും. അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വല്യപ്പാപ്പൻ എന്റെ സീക്രട്ട് പെർഫ്യൂം റെസിപ്പിയില് കൂടുതൽ താല്പര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ വാക്കുകൾ കേട്ട് റോയി നിസ്സഹായതയുടെ തലയിൽ കൈവച്ചു. അവന്റെ താടിയെല്ലുകൾ മുറുകി. മുഖത്തെ ഞരമ്പുകളെല്ലാം ആ മുറുക്കത്തിൽ പൊട്ടിയേക്കുമെന്ന് തോന്നിച്ചു. എല്ലാം കൊണ്ടും കുടുങ്ങിയെന്ന് അവന് മനസ്സിലായി. റോയിയുടെ ഹെൽത്ത് കണ്ടീഷൻ അറിയാവുന്നവരിൽ ഒരാളാണ് വല്യപ്പൻ ഔസേപ്പ്. മാത്രമല്ല, അദ്ദേഹത്തിന് പ്രായമേറി വരികയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്റെ പേരക്കുട്ടിയുടെ കുഞ്ഞിനെ താലോലിക്കാനാവണമെന്നതാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഒരാഗ്രഹം. ആലിയെങ്ങാനും വല്യപ്പനെ കണ്ടാൽ അവൻ ഓർക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു. വല്യപ്പൻ ഇക്കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുമെന്ന് അവന് ഉറപ്പാണ്. അവളാണെങ്കിൽ ഏത് വിധേനയും അവനുമായുള്ള വിവാഹം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതെന്താ, ധൈര്യത്തിന് കൈയും കാലും വെച്ച് ഇറക്കി വിട്ടതാണെന്ന് തോന്നുന്നു. നിൽപ്പും ഭാവവും എല്ലാം കണ്ടിട്ട് അവള് പറഞ്ഞതുപോലെ ചെയ്യാനും മതി. എന്തായാലും പെടുമെന്ന് അവന് ഉറപ്പായി. പിന്നെ പുത്തൂരാൻ കുടുംബത്തിലെ സകല ക്ഷുദ്രജീവികളെയും ഓടിക്കാമെന്നാണല്ലോ അവളുടെ വാഗ്ദാനം. അതവനെന്തായാലും ഉറപ്പാക്കുകയും ചെയ്യും. റോയി മനസ്സിൽ ചിന്തിച്ചു. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ എന്ന് അവന് മനസ്സിലായി. ശരി, നിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവാ. വേറൊരു വഴിയും മുന്നിലില്ലെന്ന് ഉറപ്പായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ റോയി പറഞ്ഞു, ഐഡന്റിറ്റി കാർഡും ബാക്കി ഡോക്യുമെന്റ്സും എല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അവൾ അവന്റെ കുറുകിയ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ റോയി പുത്തൂരാനെ, എന്നെ ഒഴിവാക്കാൻ അത്ര ഈസിയല്ല. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.